നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാധ്യമ കൂട്ടായ്മയായ കോം ഇന്ത്യക്ക് ഇനി പുതിയ അമരക്കാർ. വിൻസെന്റ് നെല്ലിക്കുന്നിൽ പ്രസിഡന്റായും സോയ്മോൻ മാത്യുവിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ മീഡിയ സംഘടനയും മലയാളത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ മാധ്യമ മാനേജ്മെന്റ് അസോസിയേഷനുമായിട്ടുള്ള കോം ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് സത്യം ഓൺലൈൻ എഡിറ്ററായിട്ടുള്ള വിൻസെന്റ് നെല്ലിക്കുന്നിലിനെയും ജനറൽ സെക്രട്ടറിയായിട്ട് മലയാളി വാർത്തയുടെ എഡിറ്ററായ സോയ്മോൻ മാത്യുവിനെയുമാണ് തെരഞ്ഞെടുത്തത്. ട്രൂ വിഷൻ ന്യൂസ് എഡിറ്ററായിട്ടുള്ള കെ ശ്രീജിത്താണ് ട്രഷറർ. കൊച്ചി IMA ഹാളിൽ ചേർന്നിട്ടുള്ള വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തീരുമാനം ഉണ്ടായത്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും ഡിജിറ്റൽ മീഡിയ സംഘടനയാണ് കോം ഇന്ത്യ. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന PRD 2023 ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പുതുക്കിയ മീഡിയ ലിസ്റ്റിൽ പുറത്തിറക്കിയത് കോം ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകരുടെ വേഷം ധരിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തീരുമാനത്തിന് പിന്നാലെ കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ ഇന്ത്യയുടെ, അതായത് കോം ഇന്ത്യയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സർക്കാരിനോടും പോലീസ് അധികൃതരോടും അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജുകൾ, ന്യൂസ് എന്നീ പേര് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ബ്ലോഗുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിച്ച് വിവിധ ജില്ലകളിൽ വ്യാപക തട്ടിപ്പുകൾ, ബ്ലാക്ക്മെയിലുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കോം ഇന്ത്യ അധികൃതർ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ബ്ലാക്ക്മെയിലൂടെ തട്ടിയെടുക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ സ്ഥാപനങ്ങൾക്ക് അപമതിപ്പുണ്ടാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും അവർ തുറന്നടിച്ചു. ഇത്തരക്കാരുടെ പ്രവൃത്തി ഡിജിറ്റൽ മീഡിയകളുടെ വിശ്വാസ്യതയെ പോലും ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകണമെന്നും കോം ഇന്ത്യ വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പോലീസ് ചീഫ് എന്നിവർക്ക് സംഘടന പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരക്കാരെ തൂത്തെറിയാൻ ബ്ലാക്ക് മെയിലിംഗ് സംബന്ധമായിട്ടുള്ള വിവരം നൽകുന്നതിനായി പോലീസ് തന്നെ ഔദ്യോഗികമായി അറിയിപ്പ് പുറത്തിറക്കുകയും വിവരം കൈമാറാൻ പ്രത്യേക നമ്പർ നൽകുകയും വേണം എന്നുള്ളതാണ് ആവശ്യം. എല്ലാ ജില്ലകളിലും ഇതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോം ഇന്ത്യ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത് കാസർഗോഡ് വാർത്ത, കെ ബിജിനു കേരള ഓൺലൈൻ ന്യൂസ് എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും KR രതീഷ് ഗ്രാമജ്യോതി, സ്മൃതി അത്തോണി, മലബാറി ന്യൂസ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി, സാജ് കുര്യൻ സൗത്ത് ലൈവ്, അബ്ദുൾ മുജീബ് K വാർത്ത, K ഷാജി എക്സ്പ്രസ് കേരള, അജയ് മുത്താന വൈഗ ന്യൂസ്, അൽ അമീൻ ഈ വാർത്ത, ഇസ്ഹാവ് ഐശ്വരമംഗലം മലബാർ ന്യൂസ് എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് കോം ഇന്ത്യ അറിയിക്കുന്നത്. സംഘടനയിൽ അംഗത്വം ആഗ്രഹിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകാർക്കും www.comindia.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ 4comindia@gmail.com എന്ന മെയിൽ വഴിയോ അപേക്ഷ നൽകാമെന്നും അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം അപേക്ഷകളിൽ ആവശ്യമായ പരിശോധന നടത്തിയ ശേഷം മാത്രമാകും അംഗത്വം നൽകുക എന്നും ഭാരവാഹികൾ അറിയിക്കുന്നു.